നമസ്കാരം. എല്ലാവർക്കും ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യൻ കോഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ്ഡ് പ്രോഡക്ട്സ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് റോ മെറ്റീരിയൽസിൻ്റെയും പ്രോസസ്ഡ് പ്രോഡക്ട്സിൻ്റെയും സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്. റോ മെറ്റീരിയൽസിൻ്റെ ചിൽഡ് സ്റ്റോറേജും ഫ്രോസൺ പ്രോഡക്ട്സ് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്നതും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രകാരമാണ്. സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. സമുദ്ര വിഭവങ്ങൾ പെട്ടെന്ന് സ്പോയിലേജിന് വിധേയമാകുന്നതിനാൽ ടൈം ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ റോ മെറ്റീരിയൽ സൂക്ഷിക്കേണ്ടത് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് അത്യാവശ്യമാണ്. മത്സ്യം കേടാകുന്നത് കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ചില്ലിംഗ്. വേഗത്തിൽ ചിൽ ചെയ്ത് സൂക്ഷിക്കുന്ന റോ മെറ്റീരിയൽസ് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നു. പ്രോസസ്സ് ചെയ്യാൻ കാലതാമസം നേരിടുമ്പോൾ സമുദ്ര വിഭവങ്ങൾ പ്രോപ്പർ ഐസ് ചെയ്ത് ചിൽ റൂമിൽ സൂക്ഷിക്കുന്നു. പ്രൊസീജിയേഴ്സ് ടു സേഫ് ഗാർഡ് ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻ. തുടർച്ചയായി പ്രൊഡക്ഷൻ നടക്കുന്ന അവസരത്തിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ പോലുള്ള തടസ്സം നേരിടുന്ന സമയത്ത് റോ മെറ്റീരിയൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബ്രേക്ക് ഡൗൺ സമയത്ത് സൂപ്പർവൈസർ റിസീവിംഗ് സെക്ഷനിലേക്ക് വിവരം കൈമാറുകയും റോ മെറ്റീരിയൽ ഇൻടേക്ക് നിർത്തിവെക്കുകയും ചെയ്യുന്നു. വാഷിംഗ് ഏരിയയിൽ നിന്നോ റോ മെറ്റീരിയൽ റിസീവിംഗ് ഏരിയയിൽ നിന്നോ പ്രോപ്പർ ഐസ് ചെയ്ത് റോ മെറ്റീരിയൽ ചിൽ റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെമി പ്രോസസ്ഡോ ഫുള്ളി പ്രോസസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ ഐസ് ചെയ്ത് സൂക്ഷിക്കുന്നു. മെഷീനിൽ ഉള്ള ഫുഡ് മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുകയും ഐസിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഉപകരണങ്ങൾ തകരാറിലായ സംഭവം ടെക്നിക്കൽ ഓഫീസർ, ഫോർമാൻ എന്നിവരെ അറിയിക്കുക. ഫോർമാൻ ഷിഫ്റ്റ് ഇൻചാർജിലുള്ള ആളുകൾ ഉടനെ തന്നെ ചുമതലയേൽക്കുന്നു. അടുത്ത പടിയായി വേഗത്തിൽ ഒരു ബ്രേക്ക് ഡൗൺ റിപ്പോർട്ട് തയ്യാറാക്കി ഫയൽ ചെയ്യുന്നു. ഡീറ്റെയിൽസ് ഇൻഡിവിജ്വൽ മെഷീനറി ഡേറ്റ ഷീറ്റിൽ എൻ്റർ ചെയ്യുക. പ്രൊഡക്ഷൻ ഏരിയയിൽ ആണ് മെഷീനറി തകരാർ കണ്ടെത്തുന്നത് എങ്കിൽ തകരാർ മാറ്റാൻ വരുന്ന ഉദ്യോഗസ്ഥർ ബൂട്ട്സ്, ഹെയർ നെറ്റ്സ്, മാസ്ക് എന്നിവ ധരിച്ച് സീ ഫുഡ്സിൽ കണ്ടാമിനേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കണം. മെഷീൻ ശരിയാക്കുന്നതിന് കൊണ്ടുപോകുന്ന ടൂൾസ് ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും നന്നായി അണുവിമുക്തമാക്കുക. യന്ത്രസാമഗ്രികൾ ശരിയാക്കിയ ശേഷം നന്നായി വൃത്തിയാക്കുക. യന്ത്രസാമഗ്രികൾ ശരിയായി അണുവിമുക്തമാക്കി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പ്രൊഡക്ഷൻ പുനരാരംഭിക്കാൻ പാടുള്ളൂ. സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ് ഓഫ് ഫ്രോസൺ സീ ഫുഡ്സ്. സീ ഫുഡ്സ് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്. -40 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യുന്ന ഫിഷസ് -18 മുതൽ -20 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുമ്പോൾ പല
ചേഞ്ചസിനും വിധേയമാകാനുള്ള സാധ്യത ഉണ്ട്. എൻസൈം പ്രവർത്തനം റാൻസിഡിറ്റി പോലുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമാകുകയും പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഫ്രോസൺ ഫിഷിൻ്റെ സർഫസിൽ നിന്നുള്ള മോയ്സ്ചർ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രീസർ ബേൺ സംഭവിക്കുന്നതിന് കാരണമാകുന്നു. ഇതെല്ലാം പരിഹരിക്കുന്നതിന് പ്രോഡക്റ്റ് പ്രോപ്പർ ആയി പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ശരിയായ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ തിരഞ്ഞെടുപ്പും പ്രോപ്പർ പാക്കിംഗ് മെത്തേഡ്സും ഫ്രോസൺ പ്രോഡക്ട്സിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. സ്റ്റോറേജ് സമയത്ത് പ്രോപ്പർ പാക്കേജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ഫാറ്റി ഫിഷസിൻ്റെ റാൻസിഡിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യുന്നു, കണ്ടാമിനേഷനിൽ നിന്നും ഫിസിക്കൽ ഡാമേജസിൽ നിന്നും പ്രോഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നു, പ്രോഡക്റ്റിൻ്റെ ഫ്ലേവർ, കളർ എന്നിവ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, പ്രോഡക്റ്റിൻ്റെ അപ്പിയറൻസ് അട്രാക്റ്റീവായി നിലനിർത്തുന്നു, ലീച്ചിങ്, തോയിങ് എന്നിവ തടയുന്നു. കോൾഡ് സ്റ്റോറേജിലും ചിൽഡ് സ്റ്റോറേജിലും പിന്തുടരേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്: കോൾഡ് സ്റ്റോറേജ്, ചിൽഡ് സ്റ്റോറേജ് തുടങ്ങിയ സംഭരണ സ്ഥലങ്ങൾ വൃത്തിയുള്ളതും ഈർപ്പം അല്ലെങ്കിൽ ഐസ് ബിൽഡപ്പ് ചെയ്യാത്തവയും ആയിരിക്കണം. ഫ്രോസൺ മെറ്റീരിയലുകൾ തറയിൽ നിന്ന് കുറഞ്ഞത് 6 ഇഞ്ചും ചുവരിൽ നിന്ന് 2 ഇഞ്ചും റാക്കുകളിലോ പലകകളിലോ സൂക്ഷിക്കുകയും വായു സഞ്ചാരത്തിന് അനുവദിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുകയും വേണം. മെറ്റീരിയൽസ് നേരിട്ട് തറയിൽ സൂക്ഷിക്കരുത്. എല്ലാ ഇനങ്ങളും ഷെൽവിങ്ങിന് മുമ്പായി സ്വീകരിക്കുന്ന തീയതി ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കണം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിരീക്ഷിക്കുന്നതിന് കോൾഡ് സ്റ്റോറേജ് ഏരിയകളിൽ കുറഞ്ഞത് ഒരു തെർമോമീറ്റർ സ്ഥാപിച്ചിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയകളിലെ ടെമ്പറേച്ചർ എല്ലാ ദിവസവും ടെമ്പറേച്ചർ റെക്കോർഡിൽ രേഖപ്പെടുത്തണം. മറ്റ് പ്രോഡക്ട്സുകളിലേക്ക് ദുർഗന്ധം വരുന്നത് തടയാൻ ശക്തമായ ഗന്ധമുള്ള ഭക്ഷണങ്ങൾ വായു സഞ്ചാരം ഇല്ലാത്ത പാത്രങ്ങളിൽ സൂക്ഷിക്കണം. എല്ലാ കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളുടെയും വാതിലുകൾ എല്ലായ്പ്പോഴും അടച്ചിരിക്കണം. ലേബലിംഗ് റിക്വയർമെൻറ്റ്സ്: പ്രോഡക്റ്റിൻ്റെ പേര്, നെറ്റ് വെയ്റ്റ്, ടൈപ്പ് ആൻഡ് സൈസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പ്രൊഡ്യൂസർ, കൺട്രി ഓഫ് ഒറിജിൻ എന്നിവയെല്ലാം കാർട്ടന് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്: തൊഴിലിടങ്ങളിൽ ഒരു ജീവനക്കാരന് ശാരീരികമോ മാനസികമോ ആയി സംഭവിക്കുന്ന അപകടമോ അപകടം ഉണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുവോ ഒരു തൊഴിൽ ആരോഗ്യ പ്രശ്നമായി കണക്കാക്കുന്നു. ഒക്കുപേഷണൽ ഹസാർഡ്സ് അഥവാ തൊഴിൽപരമായ അപകടങ്ങൾ, സേഫ്റ്റി കൺസേൺസ്, അപകട സാധ്യതകൾ എന്നിവ ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ പ്രവർത്തന രീതികൾ, ഉൽപാദന തോത്, പ്രോസസ് ചെയ്യുന്ന സീ ഫുഡ് സ്പീഷീസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ഹീറ്റ് ആൻഡ് കോൾഡ്, കൺഫൈൻഡ് സ്പേസ്, നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് എന്നിങ്ങനെ
വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു ഫ്രീസിംഗ് പ്ലാന്റിലെ തൊഴിലാളിക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഏരിയകൾ പ്രോസസ്സിംഗ് ഏരിയ, ഫ്രീസേഴ്സ്, കെമിക്കൽസ്, കോൾഡ് സ്റ്റോറേജ് എന്നിങ്ങനെയാണ്. തറയിലോ സ്റ്റെയർസിൽ നിന്നോ വഴുതി വീഴുക, കത്തി, മറ്റ് മൂർച്ചയുള്ള ആയുധങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന മുറിവ്, കൺവെയർ ബെൽറ്റ് പോലുള്ള പ്രോസസ് എക്യുപ്മെന്റ്സിൽ നിന്നുണ്ടാകുന്ന മുറിവോ ചതവോ, മത്സ്യത്തിന്റെ മുള്ളുകൾ കൊണ്ടുള്ള മുറിവ് തുടങ്ങിയ ശാരീരികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഫിസിക്കൽ ഹസാർഡ്സിൽ ഉൾപ്പെടുന്നു. ഇത്തരം ഫിസിക്കൽ ഹസാർഡ്സ് തടയുന്നതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ: കത്തി പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള മുറിവ് ഒഴിവാക്കുന്നതിനായി കട്ടിംഗ് ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗത്തിലും പരിപാലനത്തിലും തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക. ട്രാൻസ്പോർട്ട് കോറിഡോർസ്, മറ്റ് വർക്കിംഗ് ഏരിയാസ് എന്നിവ വ്യക്തമായി അടയാളപ്പെടുത്തുക. നോൺ സ്ലിപ്പ് ഫ്ലോർ സർഫസിംഗ് ഉപയോഗിക്കുക. കൈകളും വിരലുകളും സംരക്ഷിക്കുന്നതിന് പൂർണ്ണമായും അടച്ച കൺവെയർ ബെൽറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയവ ചില നിയന്ത്രണ മാർഗങ്ങളാണ്. ക്ലീനിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന രാസവസ്തുക്കൾ, ആസിഡുകൾ, ക്ലോറിൻ എന്നിവയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ, കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലുകൾ, അമോണിയ പോലുള്ള വാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റ് അപകടങ്ങൾ എന്നിവയാണ് കെമിക്കൽ ഹസാർഡ്സിൽ ഉൾപ്പെടുന്നത്. കോൺസെൻട്രേറ്റഡ് കെമിക്കൽസ്, ആസിഡ്, ക്ലോറിൻ എന്നിവ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ സംരക്ഷണ വസ്ത്രങ്ങളും കണ്ണടകളും ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. എല്ലാ കെമിക്കൽസും പ്രത്യേകം ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗത്തിന് നൽകുക എന്നിവയാണ് കെമിക്കൽസ് മൂലമുള്ള ഹസാർഡ്സ് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ. ഷെൽ ഫിഷസ്, മത്സ്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അണുബാധകളും അലർജി പ്രവർത്തനങ്ങളും, മത്സ്യത്തിൽ നിന്നുള്ള ബാക്ടീരിയൽ കണ്ടാമിനേഷൻ തുടങ്ങിയവ ബയോളജിക്കൽ ഹസാർഡ്സിൽ ഉൾപ്പെടുന്നു. ബയോളജിക്കൽ ഹസാർഡ്സ് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ: അലർജി ഉണ്ടാക്കുന്നവരുടെ തൊഴിൽ എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വർക്ക് റൊട്ടേഷൻ തന്ത്രങ്ങൾ പരിഗണിക്കുക. ഉൽപ്പന്നങ്ങളുമായി അധികം കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്ന് കൈകളെ സംരക്ഷിക്കാൻ കയ്യുറകൾ ധരിക്കുക. പ്രത്യേകിച്ച് അലർജി പ്രതിപ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന സീഫുഡ്സുമായി കൈകാര്യം ചെയ്യുമ്പോൾ. ഹൈ പ്രഷറിൽ ജലം ഉപയോഗിച്ച് കഴുകുമ്പോൾ എയറോസോൾ തെറിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഹാൻഡ് ക്രീമുകൾ ഉപയോഗിക്കുക എന്നതാണ് ബയോളജിക്കൽ ഹസാർഡ്സ് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ. ഹീറ്റ് ആൻഡ് കോൾഡ്: കടുത്ത ചൂടും തണുപ്പിൻ്റെയും സാമീപ്യം ശ്വാസകോശ രോഗങ്ങൾക്കും മസ്കുലോ സ്കെലിറ്റൽ രോഗങ്ങൾക്കും കാരണമാകും. ഇത്തരം അവസ്ഥ നിയന്ത്രിക്കുന്നതിന് എയർ കണ്ടീഷൻ ചെയ്ത പ്രോസസ്സിംഗ് സൗകര്യങ്ങളിൽ താപനില പരമാവധി ഓപ്റ്റിമം ലെവലിൽ സജ്ജമാക്കുക. കോൾഡ് സ്റ്റോറേജ്, ചിൽ സ്റ്റോറുകൾ എന്നിവയുടെ വാതിലുകൾ തുറക്കുമ്പോൾ തണുപ്പ് ഒഴിവാക്കുന്നതിനായി സ്ട്രിപ്പ് കർട്ടൻസ് ഉപയോഗിക്കുക. തണുത്ത അന്തരീക്ഷത്തിൽ സുരക്ഷാ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. പ്രോസസ്സിംഗ് വർക്കർമാർക്ക് എല്ലായ്പ്പോഴും ഉണങ്ങിയ ബൂട്ട് ഉൾപ്പെടെയുള്ള ശരിയായ വസ്ത്രങ്ങൾ സജ്ജീകരിച്ചിരിക്കണം. വ്യത്യസ്ത ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ
പ്രോസസ്സിംഗ് തൊഴിലാളികളുടെ മൂവ്മെൻറ്റ് കുറയ്ക്കുക എന്നിവയാണ് ചൂടും തണുപ്പും മൂലമുണ്ടാകുന്ന ഹസാർഡ്സ് ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങൾ. കൺഫൈൻഡ് സ്പേസ്, ഉദാഹരണമായി കോൾഡ് സ്റ്റോറേജ് പോലുള്ള നിയന്ത്രിത ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ. കോൾഡ് സ്ട്രെസ്, സ്ലിപ്സ് ആൻഡ് ട്രിപ്സ്, ഗ്യാസ് ലീക്കേജസ്, ഫയർ ഹസാർഡ്സ് തുടങ്ങിയവ പോലുള്ള അപകടങ്ങളാണ് കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കോൾഡ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി ചൂട് ലഭിക്കുന്നതും കട്ടിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക, അധിക സമയം തണുത്ത അന്തരീക്ഷവുമായുള്ള കോണ്ടാക്ട്, വിരലുകൾ, കൈകൾ, കാൽവിരലുകൾ എന്നിവയിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇൻസുലേറ്റഡ് മോയ്സ്ചർ പ്രൂഫ് ഗ്ലൗസും ബൂട്ട്സും ധരിക്കുക. കോൾഡ് സ്റ്റോറേജിൽ വെള്ളവും ഐസും സാധാരണമായതിനാൽ സ്ലിപ്പ് ആൻഡ് ട്രിപ്പ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നതിന് ബൂട്ടുകൾക്ക് സ്ലിപ്പ് സോളുകൾ ഇല്ലെന്ന് ഉറപ്പാക്കുക. നോയിസ് വൈബ്രേഷൻസ് മൂലമുണ്ടാകുന്ന ഹസാർഡ്സ്, ശബ്ദമുള്ള യന്ത്ര സാമഗ്രികളുടെ സാമീപ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദവും വൈബ്രേഷനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഉദാഹരണം കംപ്രസേഴ്സ്, ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനറി, കണ്ടൻസേഴ്സ്, വെന്റിലേഷൻ യൂണിറ്റ്സ്, പ്രഷറൈസ്ഡ് എയർ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ശബ്ദവും വൈബ്രേഷൻസും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മെഷീനുകൾ എൻകേസ് ചെയ്യുക, പാർട്ടിഷൻ സ്ക്രീനുകൾ സ്ഥാപിക്കുക, സൈലൻസിംഗ് ഡിവൈസസ് ഉപയോഗിക്കുക, വാൾസിലും സീലിംഗ്സിലും സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നീ മാർഗങ്ങളിലൂടെ ജോലിസ്ഥലത്തെ ശബ്ദവും വൈബ്രേഷൻസും നിയന്ത്രിക്കാൻ കഴിയും. യന്ത്ര സാമഗ്രികളിൽ നിന്നുള്ള വൈബ്രേഷൻ ഒരു പരിധിയിൽ കവിയുന്നു എങ്കിൽ തൊഴിലുടമ ശബ്ദ പ്രതിരോധ പ്രോഗ്രാമിന് സമാനമായി ഒരു വൈബ്രേഷൻ പ്രിവെൻഷൻ പ്രോഗ്രാമും തയ്യാറാക്കണം. ഇങ്ങനെ വിവിധ നിയന്ത്രണ മാർഗങ്ങളിലൂടെ തൊഴിലിടങ്ങളിലെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് കഴിയും.